പച്ചമാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഞാൻ ആ മാവിന് എറിഞ്ഞിട്ട് എടുത്തതാ. അപ്പൊ നീയാണ് ഈ കല്ലൊക്കെ എറിഞ്ഞ് ഓടൊക്കെ പൊട്ടിക്കണ അല്ലേ? ഈ കല്ലെറിഞ്ഞ് മാങ്ങ തിന്നുന്നത് ഞാനാ, പക്ഷെ ഓട് പൊട്ടിക്കാൻ അപ്പച്ചിയാ. അതെങ്ങനെ അപ്പച്ചി? അപ്പച്ചി എറിയണ ഒരു മാങ്ങയ്ക്ക് പോവാറില്ല, ഒക്കെ ഓടിക്കാ പോണേ. എന്തായാലും അപ്പച്ചി നിന്നെ തന്നെ കുറ്റം പറയുള്ളൂ. അയ്യോ, എന്നാ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പച്ചി അത് ചെയ്യുമ്പോ വീഡിയോ എടുത്ത് വെച്ചാലോ, പ്രൂഫായിട്ട്. അത് നല്ല, എല്ലാത്തിനും ഒരു തെളിവ് നല്ല. യെസ് ചേച്ചി അല്ല, നമ്മുടെ കൃഷ്ണ കണ്ടിട്ടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ടോ? അവളെല്ലാ ദിവസവും മാറി മാറി മേക്കപ്പ് ചെയ്യല്ല, അതുകൊണ്ടായിരിക്കും. ആ പ്രത്യേകത അല്ല പിന്നെ, അതായത് അവളിപ്പോ പുറത്തു പോയിട്ട് വന്നിട്ടേ മൊത്തം ഒരുമാതിരി ഒരു മൂഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവളുടെ സ്വഭാവം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ചേച്ചിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല? എനിക്കൊരു പ്രത്യേക ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണാ പറയാ, നിനക്ക് എന്താ ഫീൽ ചെയ്തേ? ഞാൻ ഈ മാങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞാ ഞാൻ എപ്പോഴും കൃഷ്ണേച്ചിന്റെ അടുത്താ പോവാ. നീ എന്താ എന്റെ അടുത്തേക്ക് വന്നേ? പിന്നെ മധു ചേച്ചി ആണെച്ചാ മൊത്തം തീർക്കും, എനിക്ക് കുറച്ച് തരുള്ളൂ. കൃഷ്ണേച്ചി ആണെച്ചാ എനിക്ക് മൊത്തം തരും. പറയട്ടെ ഓക്കെ. പക്ഷെ ഇന്നെന്താ അറിയില്ല, മാങ്ങ അടുത്ത് പോയപ്പോണ്ട് കൃഷ്ണേച്ചി പോടാ ചെറുക്കാന്ന് പറഞ്ഞ് എന്നെ വിട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം തന്നെ. എന്ത്? ഞാൻ ശരിക്കും ഉദ്ദേശിച്ചേ ഈ സ്വഭാവ മാറ്റം. അല്ല, നീ പോക്കെ, നീ പോ. എന്താ നീ പോ, എന്തോ കാര്യം പറയാൻ ചെല്ല്. ഞാൻ കേട്ടിട്ടോ പോണു. പറ. ഞാൻ ഉദ്ദേശിച്ച എന്താന്നോ, അവളീ പുറത്തു പോയിട്ട് വന്നല്ലോ, അപ്പൊ എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോയതാണ്. ഈ നട്ടുച്ചക്കാരൻ അമ്പലത്തിൽ പോകുന്ന ആരാ പോണേ? അവൾ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് എന്നെ കടിച്ചു കീറാൻ വന്നു. ഒരുമാതിരി ഒരു ഓൾറെഡി അവൾക്ക് വൃത്തിയായിട്ട സ്വഭാവമാണ്, പക്ഷെ ഇത് അതേക്കാട്ടിൽ ഒരു ഹൈപ്പർ, എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അവക്ക് അല്ലെങ്കിൽ ഈ അവിഞ്ഞ സ്വഭാവം ഉള്ളതാണ്, മൈൻഡാക്കണ്ട. ചേച്ചി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? അത് വിശദമായിട്ട് പറയാം. വാ എന്നാ വാ. നീ പച്ചമാങ്ങ പൊട്ടിക്കുന്നേ എന്തോ നല്ലല്ലേ? ചേട്ടൻ എന്തിനാണ് ചേട്ടന്റെ പിറകെ നടക്കണത്? ഞാൻ പറയണ നീ കേൾക്കാത്തോണ്ടല്ലേ നിന്റെ പുറകെ തല്ലിയെന്ന് പിടിച്ചോണ്ട് നടക്കുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, ചേട്ടൻ വിട്ടോ, എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇപ്പൊ എന്തോ ഞാൻ നിന്റെ ചേട്ടനല്ലേടി. അയ്യോ, ആ വിചാര ചേട്ടനും വേണ്ടേ? ഞാൻ ചേട്ടൻ അനിയത്തിയല്ലേ? ആ പറമ്പ് വിൽക്കാൻ പോണ കാര്യം എന്നോട് ഒരു വാക്ക് പറഞ്ഞാ? പറമ്പ് അതിന് വിൽക്കാൻ ആളെയൊക്കെ റെഡിയാക്കണ്ടേ? കച്ചവടമൊക്കെ ഒന്ന് ഉറച്ചിട്ട് നിന്നോട് പറയാമെന്ന് വിചാരിച്ചു. വിട്ടിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ കാണുന്നേനെ? പിന്നെ ഞാൻ എങ്ങനെ കാണണം? എന്താ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. അല്ല, ക്ഷമിച്ചിട്ട് കാര്യമില്ല. അമ്മ ഇനി പറമ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ല. അതല്ല ഞാൻ പറഞ്ഞു, നീ പോയെന്ന് അമ്മയോട് സംസാരിക്കും. നീ സംസാരിച്ച അമ്മ കേൾക്കും. ശരിയാണ്, ഞാൻ സംസാരിച്ച അമ്മ കേൾക്കും. അതെ, പക്ഷെ ഞാൻ പറയില്ല. എന്തുവാടി നിന്റെ ചേട്ടനല്ലേടി, ഞാനൊന്ന് പച്ച പിടിക്കുന്നത് നിനക്കൊന്നും സന്തോഷിക്കാവുന്ന കാര്യമല്ലയോ? ചേട്ടൻ പച്ച പിടിച്ചാൽ എനിക്ക് എന്ത് നേട്ടം? ഞാൻ നിന്നെ രക്ഷപ്പെടുത്തില്ലേ? ചേട്ടൻ രക്ഷപ്പെടുത്തുന്ന ഞാൻ മനസ്സിൽ പോലും കരുതുന്നില്ല. ദൈവത്തിന് നിരക്കാത്താണ് കേട്ടാ നീ പറയുന്നത്. നീ ഈ തോളത്ത് കിടന്നുറങ്ങുകയും എന്റെ മേത്ത് അപ്പീടുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കൊച്ചിലെ അങ്ങനെ ചുമന്നുകൊണ്ട് കിടന്നതാ ഞാൻ. ശരി, ചേട്ടൻ എന്നെ തോളത്തിട്ട് അപ്പി മൂത്രമൊക്കെ കോരിയതല്ലേ? അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെക്കാം. പറമ്പ് വിറ്റ് കിട്ടുന്ന പൈസ ഇല്ലേ, 50-50. മൂട് ഒരു 5 പൈസ നിനക്ക് തരത്തില്ല. എന്നാ ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്തോ, ഞാൻ പോവാം. സരിതേ, എന്തുവാടി ഇത്? എന്റെ ഗതികേട് കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. ഈ 50-50 എന്നുള്ളതല്ലേ, അതിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ഈ സ്ഥലം മേടിക്കാനുള്ള ആളെയൊക്കെ ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അതൊക്കെ നീ ഒന്ന് കരുത്. ഞാനൊരു 50-യുടെ 50 തരാം നിനക്ക്. 50-യുടെ 50 25 വേണ്ട. ചേട്ടനും ഞാനേ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നതല്ലേ, അപ്പൊ ഒരേപോലെ തന്നെ വേണം. 50-50. ആർത്തിപ്പണ്ടാരോ പാടി നീ. എന്താ 60-40. 60-40 പറ്റുള്ള ചേട്ടാ, നടക്കില്ല. ചേട്ടാ ഒറ്റയ്ക്ക് കൊടുത്തോ, ഒറ്റയ്ക്ക് എന്ന് വെച്ചാ ബുദ്ധി വെച്ചോ. ഭഗവാനെ, എന്റെ ഗതികേട്. വൃത്തികെട്ടോണ്ടൊക്കെ ലേലം വിളിക്കേണ്ടി വരുന്നുണ്ടല്ലോ. എന്ത് കുത്തോട്ടെ, 50-50 സമ്മതിച്ചാ? അപ്പൊ ശരി, ഞാൻ അമ്മോട് സംസാരിക്കാം. 50-50 കേട്ടിട്ട് പിന്നെ ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്തുവാ? ചേട്ടാ, ഇത്രയും അത്യാർത്ഥി പാടില്ല. അത്യാർത്ഥി കണ്ടാലേ കിട്ടിയത് കൂടി പോവും, ഉള്ളത് കൂടി പോവും.
നിന്നോടാ എനിക്കും അത് തന്നെ പറയുള്ളൂ. അത്യാർത്ഥി ഒന്നും വേണ്ട. ഞാൻ 50-50 സമ്മതിച്ചല്ലോ. ഇനിയെങ്കിലും പോയി അമ്മയുടെ പോയി സംസാരിച്ച് ശരിയാക്കാവോ? ശരിയാക്കാം. ഡീലല്ലേ? ഡീൽ. ഞാൻ വാക്ക് പാലിക്കും. ഞാൻ മാറ്റത്തൊന്നുമില്ല കേട്ടാ. ഭഗവാനെ, ഇതൊരു സാധനം ഇത്. എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചല്ല ഇവിടെ.